രണ്ടാമതും നമുക്ക് അടിപൊളി ചക്ക കിട്ടി. അപ്പോൾ ഇതൊന്ന് വേവിക്കാം, വെറുതെ ഇങ്ങനെ ഒലത്താന്ന് വിചാരിച്ചു. വൈകുന്നേരം ഒരു ചായക്കൊരു കടി. ഇതല്ല, നല്ല ചക്കയല്ലേ, എന്താ കളറും. ഇങ്ങനത്തെ ചക്ക നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ വാ, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം ചക്കപ്പുഴുക്ക്. നല്ല അടിപൊളിയായിട്ട് ഞാൻ ഉപ്പും ഇട്ടിട്ട് വേവിച്ചതാണ്. എന്നിട്ട് ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ചക്കപ്പുഴുക്കാണ്. ഇത് കണ്ട, വെളുത്തുള്ളി, കറിവേപ്പില, കടുകും കൂടെ പൊട്ടിച്ചു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ വറ്റൽമുളക് പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ ഇളക്കി. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കുടഞ്ഞിടണം. ഇത് കണ്ട, കുടഞ്ഞിട്ട് ഇട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി. എന്ത് ടേസ്റ്റാണെന്നറിയാം. ഇങ്ങനെയൊരു ചക്കപ്പുഴുക്ക് ഇനി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സാധാരണ അരിഞ്ഞ് ഉപ്പിട്ട് വേവിച്ച് ഇതുപോലെ നല്ല കുറച്ചും കൂടി വെളുത്തുള്ളിയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഇവിടെ വെളുത്തുള്ളി കുറവായിരുന്നു. പിന്നെ ഒരു മുറി തേങ്ങ, ഒരു മുറി ഇല്ലായിരുന്നു, എന്നാലും ഉള്ള തേങ്ങയും വെച്ച് നല്ല അടിപൊളി നല്ല ചക്കപ്പുഴുക്ക് റെഡി. എന്തൊരു ടേസ്റ്റാണെന്നറിയാം. എങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം, എന്നാലേ അറിയത്തുള്ളൂ. ഇനി കുറച്ച് ഇതുണ്ട, നല്ല മത്തിപ്പീര. ഈ മീനിൻ്റെ ഇതിൽ മത്തിപ്പീരയും കൂട്ടി ഒരു ഗ്ലാസ് ചായ. ഒരു ഗ്ലാസ് ചായയും കൂട്ടി കഴിക്കാനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്തൊരു രസം.